ശബരിമല കർമ്മസമിതിയുടെ വിശ്വാസ സംഗമത്തിൽ BJP അധ്യക്ഷനെ വേദിയിലിരുത്താത്തതിൽ അതൃപ്തി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും PK കൃഷ്ണദാസും സദസ്സിലാണിരുന്നത്. BJP നേതാക്കൾ വേദിയിലിരുന്നാൽ രാഷ്ട്രീയ പരിപാടിയാകുമെന്നാണ് കർമ്മസമിതിയുടെ വിശദീകരണം. VS രഞ്ജിത്തും TV പ്രസാദും ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, ഇന്നലെ ഈ പരിപാടിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നത് സദസ്സിലാണ്. അണ്ണാമലൈ അടക്കമുള്ളവർ സദസ്സിൽ ഇരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കർമ്മസമിതി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം രാഷ്ട്രീയ നേതാവ് വേദിയിലിരുന്നാൽ രാഷ്ട്രീയ പരിപാടിയായി പോകുമെന്ന വിമർശനം വരും എന്നവർ ഭയക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ BJPക്കുള്ളിൽ ഒരു അതൃപ്തിയുണ്ട് അല്ലേ? ഒരു സുവർണാവസരം കൂടി. തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ വിശദീകരണം തന്നെയായിരുന്നല്ലോ ഈ പരിപാടി. അതിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നടത്തണ്ട എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെ പൊളിച്ചടക്കുക, സർക്കാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നയം പൊളിക്കുക എന്നുള്ളതായിരുന്നു ഈ ബദൽ സംഗമത്തിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം പൂർത്തീകരിക്കണമെങ്കിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJPയുടെ അധ്യക്ഷൻ അദ്ദേഹം വേദിയിലിരുന്നാൽ എന്താണ് എന്നുള്ളതാണ് BJP ചോദിക്കുന്ന ചോദ്യം. ഇത് പരിപാടിക്ക് മുൻപും BJPയിൽ ഉയർന്ന ചോദ്യം തന്നെയാണ്. കാരണം അണ്ണാമലൈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, തമിഴ്നാട്ടിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. തേജസ്വി സൂര്യ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനാണ്. അങ്ങനെ BJPയുടെ ദേശീയ തലത്തിലുള്ള രണ്ട് നേതാക്കന്മാർ വേദിയിൽ ഇരിക്കുമ്പോൾ കേരള സംസ്ഥാന അധ്യക്ഷൻ മാത്രം ഇരുന്നാൽ എങ്ങനെയാണ് അതൊരു രാഷ്ട്രീയ പരിപാടിയായി മുദ്രകുത്തപ്പെടുന്നത്? രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള പരിപാടി തന്നെയാണ് ആ പരിപാടി. എങ്കിലും അതൊരു വിശ്വാസ സംഗമം എന്ന അർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തേണ്ടതില്ല, എല്ലാ വിശ്വാസികൾക്കും പങ്കെടുക്കാം എന്ന അർത്ഥത്തിലാണ് അത് പൊളിറ്റിക്കൽ പാർട്ടി നടത്തേണ്ട, ശബരിമല കർമ്മസമിതി നടത്തട്ടെ എന്ന് സംഘപരിവാർ തീരുമാനിക്കുന്നത്. അത് ഒരു പക്ഷേ ന്യായീകരിക്കപ്പെട്ടേക്കാം. പക്ഷേ ആ പരിപാടിയുടെ വേദിയിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നാൽ അതാണ് കൂടുതൽ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുകയും അതിൻ്റെ ആത്യന്തികമായ ഗുണം കിട്ടേണ്ടത് BJPക്കാണല്ലോ. ആ ഗുണം BJPക്ക് കിട്ടാൻ വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ വേദിയിൽ ഇരിക്കേണ്ടത്? ഇനിയിപ്പോൾ BJPക്കാർ വേദിയിലിരുന്നാൽ പ്രശ്നമാണെങ്കിൽ അണ്ണാമലയും തേജസ്വി സൂര്യയും ഒക്കെ BJPക്കാർ തന്നെയല്ലേ എന്ന ചോദ്യമാണ് BJP ചോദിക്കുന്നത്. ഇത് പരിപാടിക്ക് മുൻപും BJP ചോദിച്ചിരുന്നു. എന്നാൽ പരിപാടിക്ക് എത്തിയ PK കൃഷ്ണദാസ് ദേശീയ നിർവാഹക സമിതി അംഗമാണ്, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, രണ്ടുപേരും സദസ്സിൽ മുൻനിരയിലാണ് ഇരുന്നത്. അവസാനം രാജീവ് ചന്ദ്രശേഖരനെ വേദിയിലേക്ക് വിളിക്കേണ്ടി വന്നത് ഈ പരിപാടിയുടെ ഒരു മെമ്മോറാണ്ടം പ്രധാനമന്ത്രിക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ദൂതനായിട്ടാണ്. ആ കാര്യം ചെയ്യും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മെമ്മോറാണ്ടം സ്വീകരിക്കേണ്ട രാജീവ് ചന്ദ്രശേഖരനെ തുടക്കത്തിലെ വേദിയിൽ ഇരുത്താമായിരുന്നു എന്ന അഭിപ്രായമാണ് BJPക്കുള്ളിലുള്ളത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാര്യം തേജസ്വി സൂര്യയ്ക്കും അണ്ണാമലയ്ക്കും ഒക്കെ വേദിയിലിരിക്കാമെങ്കിൽ അണ്ണാമല മുൻ BJPയുടെ തമിഴ്നാട്ടിലെ അധ്യക്ഷനാണല്ലോ. എന്തുകൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ വേദിയിലിരുത്തിയില്ല? ചോദ്യം പ്രസക്തമാണ്. TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ആ ചോദ്യത്തിന് എങ്ങനെയാണ് ശബരിമല കർമ്മസമിതി വിശദീകരണം നൽകുന്നത്? തേജസ്വി സൂര്യ വേദിയിലിരുന്നു, അണ്ണാമലൈ വേദിയിലിരുന്നു. ഇവരൊക്കെ BJPയുടെ ആൾക്കാരാണല്ലോ, മറ്റു പാർട്ടിയുടെ ആൾക്കാരും അല്ലല്ലോ, വേറെ പാർട്ടിയുടെ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ശബരിമല കർമ്മസമിതി നൽകുന്ന വിശദീകരണം? TV പ്രസാദ്. അരുൺ, അതിലൊരു കൃത്യമായ വിശദീകരണമില്ല. പക്ഷേ അതിൻ്റെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോയിന്റാണത്. അതായത് പാർട്ടി നേരിട്ട് നടത്തുന്നു എന്നൊരു പ്രതീതി വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ്. പക്ഷേ മനസ്സിലാവുന്ന കാര്യങ്ങൾ മറ്റ് ചിലതാണ് അരുൺ. അതായത് പറയാതെ പറയുന്നുണ്ട് ചിലരെല്ലാം. അതായത് സംഘപരിവാർ സംഘടനകളിൽ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അയ്യപ്പ സംരക്ഷണ സംഗമത്തിൽ അതിൻ്റെ വേദിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഇരുത്താതിരിക്കാനുള്ള കാരണം നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സംഭവ വികാസങ്ങളിൽ ആ സമയത്തെല്ലാം MP ആയിട്ട് കൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ സാന്നിധ്യമൊന്നും ഉണ്ടായിരുന്നില്ല, സഹായമുണ്ടായിരുന്നില്ല എന്ന ഒരു വിവരം ഒരു കോണിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു അസംതൃപ്തിയാണോ ഇനി രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കേണ്ട, സദസ്സിലിരുന്നാൽ മതി എന്ന തീരുമാനത്തിൻ്റെ പിറകിൽ എന്നുള്ളതാണ് എല്ലാവരും സംശയിക്കുന്നത്. ഒരു കാരണവശാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് വേദിയിൽ ഇരുത്തേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല സ്വാഭാവികമായി. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടനം ചെയ്ത അണ്ണാമലൈ തന്നെ തമിഴ്നാട്ടിലെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. BJPക്കാർ തന്നെയാണ് പ്രധാനമായും സദസ്സിൽ വേദിയിൽ ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ സദസ്സിൽ മാത്രമായി പോയതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ടത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി വരേണ്ടത് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് മെമ്മോറാണ്ടം വായിക്കാൻ വേണ്ടി മാത്രം, മെമ്മോറാണ്ടം ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം രാജീവ് ചന്ദ്രശേഖരനെ വേദിയിലേക്ക് വിളിച്ചത് എന്നൊരു ചോദ്യവും കൂടി ബാക്കിയാവുന്നുണ്ട്.
ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ഈ സംഘപരിവാർ സംഘടനകളുടെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെയും ഇടയിലുണ്ട് എന്ന കാര്യം വ്യക്തമാകുന്നതാണ് ഇന്നലെ ഉണ്ടായ ഈ നടപടി. അരുൺ. ഓക്കെ, താങ്ക് യു. ടി വി പ്രസാദും വി എസ് രഞ്ജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. രാജീവ് ചന്ദ്രശേഖരനെ സദസ്സിലിരുത്തി വേദിയിൽ ഇരുത്താത്തതിൽ BJPക്ക് അതൃപ്തിയുണ്ടെന്ന് അറിയുന്നു. അതിന്റെ വിശദീകരണം ഔദ്യോഗികമായിട്ട് നൽകിയില്ലെങ്കിലും അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.